നമുക്ക് കേരള PSCയുടെ ഒരു LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാം. അതിലെ മാത്സ് ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ കോഡ് ഇതാണ് 189/2023. അപ്പോൾ 81 തൊട്ട് 100 വരെ 20 ക്വസ്റ്റ്യനാണ് ഇതിലുള്ളത് മാത്സ്. നമുക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 81ാമത്തെ ക്വസ്റ്റ്യനാണ് ആദ്യം വരുന്നത്. x/2 + 8 = -10 ആണെങ്കിൽ എക്സിൻ്റെ വില കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ബാക്കി എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യും? അപ്പുറത്ത് കൊണ്ടുപോകും. നമ്മൾ ആദ്യം ആരെ കൊണ്ടുപോകും? x/2 അതുപോലെ എഴുതിയിട്ട് -10 റൈറ്റ് സൈഡിലുണ്ട്, +8 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? -8 എന്നാവും. അപ്പോൾ -10 -8 എന്താണ്? രണ്ടുപേർക്കും മൈനസ് ഉണ്ട്. ആ മൈനസ് ഒരുമിച്ചിട്ടു, രണ്ടുപേരെയും തമ്മിൽ കൂട്ടി 10 കിട്ടും, 18 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ x/2 ആണ് -18. കണ്ടുപിടിക്കാനുള്ളത് എക്സ് ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് /2 അപ്പുറത്ത് പോകുമ്പോൾ /2 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഇൻറ്റു ആവും. അപ്പോൾ -18 × 2 എന്ന് കിട്ടും. -18 × 2 എത്രയാണ്? -36. ഇൻറ്റു ചെയ്തിട്ട് ഒരാൾക്കേ മൈനസ് ഉള്ളൂ, ആൻസറിലാണ് മൈനസ് കൊടുക്കും. -36 ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഡി ആണ് -36. ഡി അല്ല, ഓപ്ഷൻ സി -36 അല്ലേ? അടുത്തത് 82ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ 3/5 ഭാഗത്തിൻ്റെ 60% എന്നത് 36 ആയാൽ സംഖ്യ ഏത്? ഒരു സംഖ്യ നമുക്കറിയില്ല. അപ്പം നമ്മൾ അറിഞ്ഞൂടാത്ത സംഖ്യ എന്തെന്നെടുക്കും? എക്സ് എന്നെടുത്തു. ആ സംഖ്യയുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ നമ്മൾ മാത്തമാറ്റിക്കലി എഴുതുന്നു. ആ സംഖ്യയുടെ 3/5 ഭാഗം എന്ന് പറഞ്ഞാൽ അതിനെ 3/5 കൊണ്ട് ഗുണിച്ചു. ഇനി ആ 3/5 ഭാഗത്തിൻ്റെ 60% കാണാൻ നമ്മൾ എന്ത് ചെയ്യും? 60/100 എടുക്കും. അപ്പോൾ സംഖ്യയുടെ 3/5 ഭാഗമായി, അതിൻ്റെ 60% എന്നിട്ട് അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? 36 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആയാൽ സംഖ്യ ഏത്? സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? എക്സ്. അപ്പോൾ എക്സ് കണ്ടുപിടിക്കണം. നമുക്ക് വെട്ടാൻ പറ്റുന്ന ആൾക്കാരെയൊക്കെ വെട്ടാം. എന്ത് ചെയ്യാം? ഇവിടെ ഒരു 6ഉം ഈ 0 വെട്ടി 6ഉം 36ഉം വെട്ടാം. എത്രയാവും? ഇവിടെ 6 ആവും. ഈ 3ഉം ഈ 6ഉം കൂടെ വെട്ടാം. ഇവിടെ എത്ര കിട്ടും? 3ഉം 6ഉം വെട്ടി ഇവിടെ 2 എന്ന് കിട്ടി അല്ലേ? ഇനി ഇവിടെ നോക്ക്, ബാക്കിയുള്ള ആൾക്കാർ ഇതൊക്കെയാണ്. എക്സ് ഉണ്ട് ആണല്ലോ, എക്സ് ഉണ്ട്. താഴെ 5 × 10 50 എന്ന് കിട്ടും. സമം ഇവിടെ എന്തുണ്ട്? 2 ഉണ്ട് അല്ലേ? ഭാഗിച്ചിരിക്കുന്ന 50 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഗുണിക്കാനാവും. x = 2 × 50 എന്ന് കിട്ടും. 2 × 50 എത്രയാണ്? 100. ഓപ്ഷനിൽ 100 ഉണ്ടല്ലോ. 82ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി 100. ഓക്കെ. അപ്പോൾ അടുത്ത 83ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് സംഖ്യകളുടെ ഉസാഗ എന്ന് പറഞ്ഞാൽ HCF 11ഉം അവയുടെ ലസാഗു എന്ന് പറഞ്ഞാൽ LCM എത്രയാണ്? 693 എന്ന് തന്നിട്ടുണ്ട്. അവയിൽ ഒരു സംഖ്യ 77 ആയാൽ മറ്റേ സംഖ്യ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ സംഖ്യകൾ A എന്നും B എന്നും വിചാരിച്ചാൽ, A എന്നും B എന്നും എടുത്താൽ അവയുടെ ഈ എയുടെയും ബിയുടെയും HCFഉം LCMഉം കൂടെ ഗുണിക്കുമ്പോൾ സംഖ്യകളുടെ ഗുണനത്തിന് തുല്യമായിരിക്കും. അത് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതിന് തുല്യമായിരിക്കും. HCF × LCM = AB. അങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. അത് ഓർത്ത് വെച്ചിരിക്കണം. ഇനി നമുക്ക് ബാക്കി ചെയ്യാം. ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? HCFഉം അറിയാം, LCMഉം അറിയാം. എത്രയൊക്കെയാണ്? HCF 11ഉം LCM 693 ആണ് അല്ലേ? ഇനി സംഖ്യകളിലൊന്ന് തന്നിട്ടുണ്ട്. എയോ ബിയോ ഒരാൾ തന്നിട്ടുണ്ട്. എന്ത്? 77 തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 77 × B എന്നെടുക്കാം. ഇനി B അല്ലേ കണ്ടുപിടിക്കാനുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? × 77 ഇപ്പുറത്ത് കൊണ്ടുവരും. അപ്പം എന്താവും? സമത്തിനിപ്പുറം വരുമ്പോൾ അത് / ആവും. അപ്പോൾ 11 × 693 ഭാഗം 77 എന്ന് കിട്ടും. 11 77 ക്യാൻസൽ ചെയ്യുമ്പോൾ 7 എന്ന് കിട്ടി. 693 ഭാഗം 7 ആണ് നമ്മുടെ അടുത്ത സംഖ്യ. നമുക്ക് വായിച്ചു നോക്കാം. 693 ഭാഗം 7 എത്ര വരും? 45 6 63 എന്ന് വരും. കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 6 63 9 അല്ലേ? അപ്പോൾ എത്ര കിട്ടി? ബി എന്ന് പറയുന്നത് അടുത്ത സംഖ്യ എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടും? 99 എന്ന് കിട്ടും. 99 ആണ് അടുത്ത സംഖ്യ. 83 ഓപ്ഷൻ എ 99. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 2.5 അല്ലേ? 84ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 2.5 ഭാഗം 0.0005 ആണല്ലോ. ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? ഇതിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഡെസിമൽ നമ്പേഴ്സ് എന്ത് ചെയ്യണം? നമുക്ക് ഡെസിമൽ നമ്പേഴ്സ് വായിക്കണം. പോയിന്റ് വരണം, ദശാംശ സംഖ്യകൾ വായിക്കണം. നമ്മൾ ദശാംശ സംഖ്യകൾ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യകളുണ്ടെന്ന് നോക്കും. ന്യൂമറേറ്ററിൽ അംശത്തിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പറാണുള്ളത് അല്ലേ? ഒരാളുണ്ട്. ഛേദത്തിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 1 2 3 4 പേരുണ്ട്.
മുകളിലെയും താഴെയും കമ്പയർ ചെയ്യുമ്പോൾ എവിടെയാണ് കൂടുതൽ? താഴെയാണ് കൂടുതൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അത്രയും 0 വരണ നമ്പരും ഉണ്ട് ഇൻറ്റു ചെയ്യണം. എന്ന് പറഞ്ഞാൽ 4 0 വരണ നമ്പർ ഏതാണ്? 10,000 ആണ്. 10,000 മുകളിലും താഴെയും ഗുണിച്ചു. കുറച്ച് ലെങ്തി ആയി പോവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വരും? ഇവിടെ ഒരു പോയിന്റ് മാറിയിട്ട് ബാക്കിയുള്ള പോയിന്റ് ഈ 0യിൽ പോയിട്ട് ബാക്കി 25 എഴുതി ബാക്കിയുള്ള 3 0 അതിൽ വരും. താഴെ അത് എന്താവും? ഈ പോയിന്റ് മാറ്റാനാണ് നമ്മൾ 4 പറഞ്ഞ സംഖ്യയിലുണ്ട് ഗുണിക്കുന്നത്. അപ്പം താഴെ 5 എന്നായി പോയി. ഇനി 25,000വും 5ഉം കൂടെ ഭാഗിക്കണം. 5ഉം 25ഉം പോയി ബാക്കി 5 ഉണ്ട്. 5ഉം ബാക്കിയുള്ള 3 0 5000 എന്ന് കിട്ടും. ഓക്കെ, 5000 ആണ് ആൻസർ. ഓപ്ഷൻ സി 84C. അടുത്തത് 85ാമത്തെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ത്? എളുപ്പമാണ്. 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എങ്ങനെയാണ്? 1 തൊട്ട് 10 വരെ ഉള്ളതിൽ കറക്റ്റ് മിഡിലായിരിക്കും. ശരാശരി എന്ന് പറഞ്ഞാൽ ഒരു മിഡ് ടേമും കൂടെയാണ്. എന്ന് വെച്ചാൽ കറക്റ്റ് കൂടി പോകുന്നതാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് മിഡിൽ വരും. 1 തൊട്ട് 10 വരെ ഉള്ളതിൽ കറക്റ്റ് മിഡിൽ ഒരു നമ്പർ ഇല്ല. ഏതൊക്കെ വരും? 5നും 6നും ഇടയ്ക്കായിരിക്കും. 5നും 6നും ഇടയ്ക്ക് ആരാണ്? 5.5. അങ്ങനെയും കണ്ടുപിടിക്കാം. 5.5 ഓപ്ഷൻ ഡി എന്നുള്ളത് അങ്ങനെയും കണ്ടുപിടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാം എണ്ണൽ സംഖ്യകളുടെ തുക, ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് n × n+1/2 അല്ലേ? അപ്പോൾ ഇത് തുകയ്ക്കുള്ള ഇക്വേഷനാണ്. തുകയെ നമ്മൾ എന്തുകൊണ്ട് ഭാഗിക്കും? എണ്ണം കൊണ്ട് ഭാഗിക്കും, n കൊണ്ട് ഭാഗിക്കും. അപ്പോൾ ഈ n വെട്ടിപ്പോയിട്ട് എന്താവും? ബാക്കി n+1/2 എന്ന് മാത്രമാവും. n+1/2 എന്ന് പറഞ്ഞാൽ ഇവിടെ 10 എണ്ണൽ സംഖ്യകളാണ്. അപ്പോൾ 10 + 1/2, അതായത് 11/2 എന്ന് കിട്ടും. അത് എത്രയാണ്? 11നെ 2 കൊണ്ട് ഭാഗിച്ചാൽ 11ന്റെ പകുതി 5.5. അങ്ങനെ നമുക്കിത് ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അടുത്ത 86ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. a + b = 5, ab = 2 ആയാൽ a² + b² വില എത്ര? ഇവിടെ നമ്മൾ ചെയ്യാനുള്ളത്, ഇത് നിങ്ങൾ നോക്കണം. തന്നിട്ടുള്ള സാധനങ്ങൾ ഏതെങ്കിലും ഇക്വേഷന് a, b, x, y ഒക്കെ വെച്ച് തരുന്നത് എന്തെങ്കിലും ഇക്വേഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന്. a + b ഉണ്ട്, ab ഉണ്ട്, a² + b². ഇത് വരുന്ന ഒരു ഇക്വേഷൻ നമുക്ക് എന്തറിയാം? a + b ² അറിയാം ഇല്ലേ? a + b ² = a² + b² + 2ab ആണല്ലോ. a + b എത്രയെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി വാല്യൂസ് ഇട്ട് കൊടുക്കാം. a + b എത്രയും തന്നിട്ടുണ്ട്? 5. അപ്പോൾ 5ന്റെ സ്ക്വയർ = ഇനി a² + b² ഒരുമിച്ചെടുക്കണം, സെപ്പറേറ്റ് കാണരുത്. അതാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. അതങ്ങനെ ഇട്ടിരിക്കാം. a² + b² അല്ലേ? പ്ലസ് 2 × ab, 2 × ab. ab തന്നിട്ടുണ്ട് 2 അല്ലേ? അപ്പോൾ 2 × abക്ക് പകരം എന്ത് കൊടുക്കാം? 2 എന്ന് കൊടുക്കാം. = 5ന്റെ സ്ക്വയർ 25 ആണ്. അഗെയിൻ a² + b² പ്ലസ് 2 × 2 എത്രയാണ്? 4. കണ്ടുപിടിക്കാനുള്ളത് ഈ a² + b² ആയതുകൊണ്ട് ഈ +4 എന്ത് ചെയ്യുന്നു? പുറത്ത് കൊണ്ടുവരും. അപ്പോൾ എന്താവും? -4 ആവും. 25 - 4 നീട്ടി എത്ര? 21. ഓപ്ഷൻ എ 21. 86 ഓപ്ഷൻ എ. അടുത്ത് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് √289 പിന്നെ 2 0. അങ്ങനെ സെപ്പറേറ്റ് തന്നെ നോക്കണം. 0നെ അങ്ങോട്ട് മാറ്റിയെടുത്തിയാൽ നമുക്കറിയാം √289ന്റെ വില അറിയാമല്ലോ. 30 വരെയുള്ള സ്ക്വയേഴ്സ് പഠിക്കണം. √289 17 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 2 0നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു 170 കിട്ടും. അറിഞ്ഞൂടെ? 170 × 170 ആയിരിക്കും ഈ പറഞ്ഞ നമ്പർ. ഓക്കെ, 2 0 മാറ്റിയിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ എന്താവും? 170 ആണ് ആൻസർ. ഓപ്ഷൻ സി 87 ഓപ്ഷൻ സി. 88 ഇതാണ്. അരുൺ 240 മീറ്റർ 24 സെക്കൻഡിൽ ഓടിയെത്തി എങ്കിൽ അരുണിൻ്റെ വേഗത മീറ്റർ/സെക്കൻഡിൽ എത്താം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വേഗത കണ്ടുപിടിക്കണം, സ്പീഡ് കണ്ടുപിടിക്കണം, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലേ? ഡിസ്റ്റൻസ് എത്രയാണ്? ഇവിടെ 240 മീറ്റർ. യൂണിറ്റ് എല്ലാം ഓക്കെയാണ്, മീറ്ററിലും സെക്കൻഡിലുമാണ്. 240/24 കിട്ടും. ക്യാൻസൽ ചെയ്യും. 24 ക്യാൻസൽ ചെയ്തു. ബാക്കി ന്യൂമറേറ്ററിൽ ഒരു 10 ഉണ്ട്, ഒരു 0 ഉണ്ടെന്ന് വെച്ചാൽ 10 ആക്കി എടുക്കാം. 10 മീറ്റർ/സെക്കൻഡ് ഓപ്ഷൻ ബി. 88 ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത 89 ഇതാണ്. വിറ്റ വില 40 രൂപ 60 പൈസ. 40 രൂപയും 60 പൈസയും 40.60 ആണല്ലോ. ആയാൽ ലാഭശതമാനം, ഇങ്ങനെ വിറ്റ വിലയാണ് തന്നിരിക്കുന്നത്, അതായത് സെല്ലിംഗ് പ്രൈസ് ആണ് തന്നിരിക്കുന്നത്. സെല്ലിംഗ് പ്രൈസ് 40.60. അങ്ങനെയാണെങ്കിൽ ലാഭശതമാനവും തന്നിട്ടുണ്ട് അല്ലേ? പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാങ്ങിയ വില കണ്ടുപിടിക്കണം. നോക്കിയേ, നമ്മൾ 110 വിറ്റ വിലയാണ് 116 വരുന്നത് അല്ലേ? 116%. 16% ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ 100ന്റെ കൂടെ 16 കൂട്ടുന്നു. അപ്പോൾ 116 ആണ് ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ്. 40.60. നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം? 116 40.60 ആണെങ്കിൽ 40.60 / 116 ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും.
നമുക്ക് വേണ്ടത് അതിൻ്റെ എന്താണ്, വാങ്ങിയ വില ആയതുകൊണ്ട് നമുക്ക് 100 കണ്ടുപിടിക്കണം. അതിൻ്റെ 100 എത്രയാണെന്ന് നോക്കണം. നമുക്ക് 40.60 100 കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ ആ പോയിൻ്റ് അങ്ങ് പോയി 40.60 ഭാഗം 116 എന്ന് വരും ഇല്ലേ. നമുക്ക് ക്യാൻസൽ ചെയ്യാം. 40.60 116 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും? 2 കൊണ്ട് വെട്ടി, 2 കൊണ്ട് വെട്ടുമ്പോൾ 40 20 30 എന്ന് വരും. 20 30/58 എന്ന് വരും ഇല്ലേ. വീണ്ടും 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 1015 ഭാഗം 29 എന്ന് വരും. 1015 ഭാഗം 29 എത്രയാണ്? ഭാഗിച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഓപ്ഷൻ വെച്ചിട്ട് ഇൻറ്റു ചെയ്ത് നോക്കണം. നമുക്ക് കിട്ടും 35 എന്ന് കിട്ടും. ഇങ്ങനെയാണ് കിട്ടുന്നത്. ആൻസർ 35 എന്ന് കിട്ടും. ഭാഗിച്ച് നോക്കുമ്പോൾ 35 വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയേ, ലാഭത്തിനാണ്. ഇത് ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. ലാഭത്തിനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ലാഭമാണ്, വാങ്ങിയ വില ലാഭമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോസ്റ്റ് പ്രൈസ് എപ്പോഴും എന്തായിരിക്കും? കോസ്റ്റ് പ്രൈസ് കുറവും സെല്ലിംഗ് പ്രൈസ് കൂടുതലും ആയിരിക്കണം. ഇവിടെ സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട് 40.60. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ഈ 40-നെക്കാളിലും കുറവായിരിക്കണം. 40-നെക്കാളിലും കുറവ് വന്നിട്ടുള്ള ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ 35 അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി 89, ഓപ്ഷൻ സി. അങ്ങനെയും ചെയ്യാം. എന്നാലും നമുക്ക് ചെയ്ത് നോക്കാനുള്ളൊരിത് വരും. ഇപ്പോൾ ചെയ്ത് നോക്കാം. അതിനുള്ള വഴിയാണ് ആദ്യം പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത 90ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 90ാമത്തെ ക്വസ്റ്റ്യൻ 0.6 × 0.6 + 0.6 / 0.6. 90ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 91ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ബോട്ട് മാസ് വരുന്നതാണ്. ക്വസ്റ്റ്യനിലൊരു ക്രിയ നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യണോ ഇല്ലേന്ന് നോക്കിയേ. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് സൈൻ എല്ലാം മാറ്റണം. മൈനസ് എന്നുള്ളത് എന്താവും? മൈനസ് എന്നുള്ളത് ഇൻറ്റു ആവും. 13 × 12. ഡിവിഷൻ എന്നുള്ളത് എന്താവും? പ്ലസ് ആവും. +400. പ്ലസ് എന്നുള്ളത് എന്താവും? പ്ലസ് എന്നുള്ളത് ഡിവിഷൻ ആവും. ഡിവിഷൻ 20. ഇൻറ്റു എന്നുള്ളത് എന്താവും? -100. ഇനി നമുക്ക് ചെയ്യാം. 400/20 എന്ന് വരും. 400/20 എത്രയാണ്? 20 എന്ന് കിട്ടും. ഇവിടെ എന്താ വരും? 20 എന്ന് വരും. ഇത് 20 പോയി. അടുത്ത് -100 ഉണ്ട്. ഇവിടെ 13 × 12 ചെയ്യണം. 13 × 12 ചെയ്യാം. 6 5 1 156 ആണ്. 150 എന്ന് വെച്ചാൽ 13 × 12 ചെയ്ത് 156 എഴുതി. 40/20 എഴുതി 20 കിട്ടി അല്ലേ. ഇനി -100 എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യും? 156 -100 ചെയ്യും. 156 100 പോയാൽ എത്രയാണ്? 56. 56 + 20 76. 56 + 20 എത്രയാണ്? 76. ഓപ്ഷൻ ബി 91. ഓപ്ഷൻ ബി 76. ഓക്കെ, ഓപ്ഷൻ ബി ആണത്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 92. 92ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 2 11 47 191 767. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് തമ്മിൽ കണക്ഷൻ നോക്കിയേ. എന്തായാലും ഇവിടെ നമുക്കൊരു കറക്റ്റ് ആയിട്ടൊരു കോമൺ ഡിഫറൻസ് ഇല്ല. അപ്പോൾ തുകയല്ല, നമ്മൾ കൂട്ടുന്നതല്ല ചെയ്തു പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത് ഈ ഗുണിക്കുമ്പോൾ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നോക്കൂ. 2 × ഒരു നമ്പർ ചെയ്താൽ 11 കിട്ടില്ല. എന്നാൽ 2 × 4 ചെയ്താൽ നമുക്ക് 8 കിട്ടും. 2 × 4 8 കിട്ടും. 8 + 3 ആണ് 11. അപ്പോൾ അത് കിട്ടും. ആദ്യത്തെ കിട്ടി 11. അടുത്തത് നോക്കിയാൽ ഈ 11നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ എത്ര കിട്ടും? 44. 44ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 47 കിട്ടും. അപ്പോൾ അതാണ് ഇവിടുത്തെ കണക്ഷൻ അല്ലേ. ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 92ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ലാസ്റ്റ് ഇത് തന്നെയാണ് ഇവിടുത്തെ കണക്ഷൻ. 47 × 4 ചെയ്യും. അതിൻ്റെ കൂടെ 3 കൂട്ടും. അടുത്തത് ലാസ്റ്റ് നമ്മൾ വരുന്നത് 767 വരും. 767 × 4 + 3 ആണ് ചെയ്യാനുള്ളത്. ചെയ്ത് നോക്കാം. 767 × 4 28 2 24 2 26 2 28 2 30. പിന്നെ എന്ത് കൂട്ടണം? അതിൻ്റെ കൂടെ 3 കൂടെ കൂട്ടണം. 3068ൻ്റെ കൂടെ 3 കൂട്ടിയാൽ എത്ര വരും? 3071. 3071 ഓപ്ഷൻ സി ആണ്. 92 ഓപ്ഷൻ സി. 93ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. ഓക്കെ. അടുത്തത് 94. പെൺകുട്ടികളുടെ ഒരു വലിയിൽ ശാന്തി ഇടത്ത് നിന്ന് 11ാം സ്ഥാനത്തും 11ാമതും ശാലിനി വലത്ത് നിന്ന് 7ാമതുമാണ്. അവർ പരസ്പരം നിൽക്കുന്ന സ്ഥലം മാറിയാൽ ശാന്തി ഇടത്ത് നിന്ന് 15ാമതാകും. എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പെൺകുട്ടികളുണ്ട്? നോക്ക്. പെൺകുട്ടികളുടെ ഒരു വരിയാണ്. ശാന്തിയാണ്. SH കൊടുക്കുന്നു. SH. ഇടത്ത് നിന്ന് എത്രാമതാണ് ശാന്തി നിൽക്കുന്നത്? 11ാമതാണ്. ശാന്തിയും കൂടെ കൂട്ടി 11ാമതാണ്. ശാലിനി നോക്ക്. ശാലിനി വലത് നിന്ന് 7ാമത്. ശാലിനി SL എന്ന് കൊടുക്കുന്നു. വലത് നിന്ന് 7ാമതാണ്. ശാലിനിയും കൂടെ കൂട്ടിയാണ്. അപ്പോൾ ശാലിനി കഴിഞ്ഞിട്ട് എത്ര ആൾക്കാർ കാണും അവിടെ? ശാലിനിയും കൂടെ കൂട്ടി 7 ആണെങ്കിൽ ശാലിനി ഇല്ലാതെ
6 പേര് കാണും. ഇനി ക്വസ്റ്റ്യൻ നോക്കിയേ, അവർ പരസ്പരം മാറുന്നു, നിൽക്കുന്ന സ്ഥലം മാറുന്നു. ശാലിനി നിൽക്കുന്നിടത്ത് ഇവിടെ ശാലിനിയും വരും, ഇവിടെ എന്താവും, ശാലിനിയും വരും, ഇവിടെ ശാന്തിയും വരും അല്ലേ, ശാന്തിയും വരും. അപ്പോൾ നോക്കിയേ, ഇനി എങ്ങനെ വരും എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. മാറിയാൽ ശാന്തി ഇടത്ത് നിന്ന് 15ാമതാകും. ഇടത് നിന്ന്, ശാന്തി എവിടെയാണ് നിൽക്കുന്നത്, ഇപ്പോൾ റൈറ്റ് സൈഡിലോട്ടായി, ഇവിടെ നിന്ന് 15ാമത്, ശാന്തിയും കൂടെ കൂട്ടി 15ാമത്. അപ്പോൾ ഇനി നോക്ക്, 15 ഉണ്ട്, ആ പൊസിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എത്ര പേരുണ്ട്, 6 പേരും കൂടെ ഉണ്ട്. 15 വരെ ആയപ്പോൾ ശാന്തിയായി, ശാന്തിയുടെ കൂടെ ബാക്കി 6 പേര്. 15ഉം 6ഉം എത്രയാണ്, 21. ഓപ്ഷൻ ഡി. 94 ഓപ്ഷൻ ഡി 21. 95 എളുപ്പമാണ്. ആദ്യം മുകളിലേക്കാണ് ആരോ, പിന്നെ റൈറ്റ്, പിന്നെ താഴോട്ട്, പിന്നെ ലെഫ്റ്റ്, ഇനി അങ്ങോട്ട് പോവും, മുകളിലേക്ക് പോവും. ഓപ്ഷൻ എ 95 ഓപ്ഷൻ എ ആണ്. 96 നോക്ക്, വിശപ്പ് ഭക്ഷണത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ദാഹം എന്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കും, ദാഹിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കും. ഓപ്ഷൻ സി. ഇനി നോക്ക്, ഒറ്റയാനെ കണ്ടെത്തുക. വ്യാഴം, ആകാശം, നക്ഷത്രം, ചന്ദ്രൻ. വ്യാഴം, നക്ഷത്രം, ചന്ദ്രൻ, ഇവർക്കൊരു കോമൺ ഫാക്റ്റ് ഉണ്ട്. നമുക്ക് ഈ ആകാശത്താണ് ഇതെല്ലാം കാണുന്നത്, ആകാശത്ത് വഴിയാണ് നമ്മളെല്ലാം കാണുന്നത്. അപ്പോൾ ഒറ്റയാൻ ഏതാണ്, ആകാശമാണ്. അടുത്ത 98ാമത്തെ ക്വസ്റ്റ്യൻ. 15 വർഷം കഴിയുമ്പോൾ രാജീവിൻ്റെ വയസ്സ് അവൻ്റെ 5 വർഷം മുമ്പിലത്തെ വയസ്സിൻ്റെ 5 മടങ്ങാകുമെങ്കിൽ രാജീവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര. അപ്പോൾ നോക്ക്, രാജീവിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. സാധാരണ ഏജ് പ്രോബ്ലത്തിൽ 2-3 ആൾക്കാരൊക്കെ വരും, 2 ആൾക്കാരൊക്കെ വരും. ഇവിടെ രാജീവിൻ്റെ പ്രായമാണ്, രാജീവിൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് ഏജ് ആണ് ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ പ്രായമാണ്. രാജീവിന് ഇപ്പോൾ ഒരു എക്സ് ആണ് അവൻ്റെ പ്രായമെങ്കിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു 15 വർഷം കഴിയുമ്പോൾ. 15 വർഷം കഴിയുമ്പോൾ രാജീവിന് എത്രയാവും, 15 വർഷം കഴിയുമ്പോൾ രാജീവിൻ്റെ വയസ്സ് 15 വയസ്സും കൂടെ, 15 കൂടെ കൂടും, x+15 ആവും വയസ്സ്. അവൻ്റെ 5 വർഷം മുമ്പിലത്തെ വയസ്സിൻ്റെ, 5 വർഷം മുമ്പിലത്തെ വയസ്സെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വയസ്സിന് 5 വർഷം മുന്നേ എന്ന് പറഞ്ഞാൽ x-5 ആവും അല്ലേ. 5 വർഷം മുന്നിലത്തെ വയസ്സിൻ്റെ 5 മടങ്ങാണ് 15 വർഷം കഴിയുമ്പോൾ. 15 വർഷം കഴിയുമ്പോൾ x+15 ആണ് അവൻ്റെ വയസ്സ്. അതെന്ന് പറയുന്നത് 5 വർഷം മുന്നേയുള്ള വയസ്സ്, 5 വർഷം മുന്നേയുള്ള വയസ്സ് x-5, അതിൻ്റെ എത്ര മടങ്ങാകും, 5 മടങ്ങാകും അല്ലേ. അതിൻ്റെ 5 മടങ്ങെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഇക്വേഷൻ ഫോം ചെയ്തില്ലേ. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. x+15 = 5 × x 5x മൈനസ് 5 × 5 25. ഇനി എന്ത് ചെയ്യും, -25 അപ്പുറത്തോട്ടും ഈ എക്സ് ഇപ്പുറത്തും വരും അല്ലേ. ഈ എക്സ് ഇപ്പുറത്ത് വരുന്നു, -25 അപ്പുറത്ത് പോകുന്നു. അപ്പോൾ അതെങ്ങനെയാവും, ഇവിടെ എങ്ങനെ വരും, 15 ഉണ്ട്, -25 വരുമ്പോൾ അത് പ്ലസ് ആവും, +25 ആവും, = ഇവിടെ 5x ഉണ്ടായിരുന്നു, ആരെ കൊണ്ടുവന്നു, -x കൂടെ ആയി, +x അപ്പുറത്ത് വരുമ്പോൾ എന്താവും, -x ആവും. 5x - x എത്രയാണ്, 4x. 4x കിട്ടി. 15 25 കൂട്ടിയാൽ 25, 35, 40 എന്ന് വരും. എക്സ് എത്ര കിട്ടും, ഗുണിച്ചിരിക്കുന്ന 4 ഇപ്പുറത്ത് വരുമ്പോൾ ഹരിക്കാനാവും, 40/4 എന്ന് കിട്ടും. എത്രയാണ്, 10. എക്സ് 10 എന്ന് കിട്ടി. അവൻ്റെ ഇപ്പോഴത്തെ പ്രായമല്ലേ ചോദിച്ചിരിക്കുന്നത്, അവൻ്റെ ഇപ്പോഴത്തെ പ്രായം, ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്, എത്ര എന്ന് കിട്ടി, 10 എന്ന് കിട്ടി. അവൻ്റെ ഇപ്പോഴത്തെ പ്രായം 10, ഓപ്ഷൻ എ. അടുത്തത് 99 ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 100ാമത്തെ ക്വസ്റ്റ്യൻ. ബഷീർ അവൻ്റെ വീട്ടിൽ നിന്ന് 40 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു. നമുക്ക് വരയ്ക്കാം. 40 കിലോമീറ്റർ പടിഞ്ഞാറ്, മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, റൈറ്റ് ഈസ്റ്റ്, ഇവിടെ വെസ്റ്റ്, പടിഞ്ഞാറോട്ട് എന്ത് ചെയ്തു, 40 കിലോമീറ്റർ അവൻ സഞ്ചരിച്ചു അല്ലേ. ഇനി എങ്ങനെയാണ്, വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 30 കിലോമീറ്റർ, ഇടത്തോട്ട് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇടത്തോട്ട് 30 കിലോമീറ്റർ, ഇങ്ങോട്ട് 30 ആയി അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വീട്ടിൽ നിന്ന് എത്ര അകലെയാണ്, ഈ സ്ട്രെയിറ്റ് ലൈനാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്കറിയാം 3 ഒരു മട്ടത്രികോണം കിട്ടിയ മട്ടത്രികോണത്തിൽ 3, 4, 5 3, 4 വന്നാൽ അതിൻ്റെ അടുത്ത 3ാമത്തെ സൈഡ്, അതായത് ഹൈപ്പോട്ടിന്യൂസ് അല്ലെങ്കിൽ കർണം എത്രയായിരിക്കും, 5 ആയിരിക്കും. അപ്പോൾ 50 കിട്ടും, 50 km². അങ്ങനെയും ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പൈതഗോറസ് തിയറം നമുക്ക് എടുത്ത് ചെയ്യുകയും ചെയ്യാം. എന്താണ്, കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ = ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇവിടെ എത്ര കിട്ടും, 40ൻ്റെ സ്ക്വയർ 160, 30ൻ്റെ സ്ക്വയർ 40ൻ്റെ സ്ക്വയർ 1600, 30ൻ്റെ സ്ക്വയർ 900, രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും, 2500 എന്ന് കിട്ടും. കർണത്തിൻ്റെ സ്ക്വയർ ആണ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, കർണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റൂട്ട് എടുക്കും. റൂട്ട് 2500 എന്ന് വരും, ദാറ്റ് ഈസ് 50. ഓക്കെ, അങ്ങനെയും ചെയ്യാം. ഓക്കെ ആണല്ലോ, താങ്ക് യു.